ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനെ ആരും ക്ഷണിക്കാതെ ഒരുപാട് ആളുകൾ അവിടെ എത്തിപ്പെട്ടു. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിൻ്റെ മലയാളിയുടെ മഹാനടൻ മമ്മൂട്ടി. ആ സന്ദർശനം അദ്ദേഹം ആരെയും അറിയിച്ചുകൊണ്ട് പോയതല്ല. അദ്ദേഹത്തിന് തോന്നുന്നു അവിടെ എത്തണമെന്ന്. കാരണം എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം അദ്ദേഹം ഇടപഴകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ചെന്നൈയിൽ നിന്ന് നന്നേ കാലത്ത് കണ്ണൂരെത്തി, കണ്ണൂരോ കോഴിക്കോടോ എത്തി, അവിടുന്ന് കോഴിക്കോടാണ് എത്തിയത്, അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അത് കാണുക, അതിൻ്റെ ഭാഗമാവുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആ നല്ല മനസ്സോടെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ എന്തിനേയും വിവാദമാക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അദ്ദേഹം എത്തി അവിടെ വീടുകളെല്ലാം സന്ദർശിക്കുന്നു. അതിൻ്റെ ആൾക്കാരുണ്ട് അവിടെ, എല്ലാ ഘട്ടത്തിലും അവരുണ്ട്. അവർ വീടുകൾ കാണിച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നല്ല നിലക്ക് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആ ജില്ലയിലുള്ള CPIMൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ്. ആ ചെറുപ്പക്കാരനും അവിടെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ആരെയും അറിയിച്ചു കൊണ്ടുള്ള യാത്രയല്ല മമ്മൂട്ടിയുടേത്. സ്വാഭാവികമായി അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാലോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് തീർത്തും വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ക്യാമറയുടെയും മുന്നിൽ പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ക്യാമറയും ശരീരത്തിൽ വെച്ച് നടക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഇവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഷർട്ടിന് ബട്ടണുണ്ട്. ഈ ബട്ടൺ സാധാരണ ബട്ടൺ എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നാൽ ചില ബട്ടൺ ക്യാമറയായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ പേനയുണ്ട്, ചില പേന ക്യാമറയായിരിക്കും, നമ്മളറിയില്ല. അപ്പോൾ ഇത് വിവാദമാക്കാൻ താല്പര്യമുള്ളവർ വലിയ തോതിൽ വിവാദമാക്കിയിട്ടു. എന്തോ ഇയാളെ അവമാനിച്ചു, മമ്മൂട്ടി ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ആദ്യമേ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമത്ത് മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നന്മ മാത്രം വിചാരിച്ച് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചില്ല, ആരോടും ഡിസ്കസ് ചെയ്തിട്ട് പോയതല്ല. അദ്ദേഹത്തിന് സ്വന്തമായി പോകണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ ഇത്? അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നല്ലോ അവിടെ. എന്തിനാണ് അത് വിവാദമാക്കിയത്? ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, ചിലർ ഈ കാര്യത്തിൽ CPIMൻ്റെ സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചു എന്ന വാർത്തയാണ്. CPIMൻ്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന്
വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ ആശുപത്രിയുടെ വളർച്ച എല്ലാവരെയും അഭിമാനപൂരിതരാക്കുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ലഭ്യമാകുന്ന ഒട്ടേറെ സൗകര്യങ്ങളാണ് ഇപ്പോൾ ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഒരുക്കിയിരിക്കുന്നത്. കാർഡിയോളജി, നെഫ്രോളജി, യൂറോളജി, ന്യൂറോളജി എല്ലാം ഇവിടെ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ്. കാർഡിയാക് ICU, കാത്ത് ലാബ്, സ്ട്രോക്ക് ICU ഇതെല്ലാം നൂറുകണക്കിന് ആളുകളുടെ ജീവനുകളാണ് ദിനംപ്രതി സംരക്ഷിക്കുന്നത്. നെഫ്രക്ടമി, അഡീനക്ടമി തുടങ്ങിയ സങ്കീർണമായ അവയെല്ലാം ഇപ്പോൾ നമ്മുടെ ഡോക്ടർമാർ സർക്കാർ ആശുപത്രികളിൽ വിജയകരമായി ചെയ്യുകയാണ്. റോബോട്ടിക് ഗേറ്റ് റിഹാബിലിറ്റർ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ പക്ഷാഘാതം വന്ന രോഗികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. രാജ്യത്താദ്യമായി ഇവിടെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പ്രസ്താവിച്ചു കഴിഞ്ഞു. അപ്പോൾ നാം കാണേണ്ടത് നമ്മുടെ ആരോഗ്യമേഖല അനിതര സാധാരണമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം മറച്ചു പിടിക്കണം. അതിന് ഈ നേട്ടങ്ങളൊന്നുമല്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലാണ് നടക്കുന്നത്. ഇക്കാര്യത്തിൽ നാം ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ നാടിൻ്റെ പൊതുജനാരോഗ്യ മാതൃക രാജ്യവും ലോകവും ചർച്ച ചെയ്യുകയാണ്. ലോകം തന്നെ വലിയ തോതിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് ഈ ആരോഗ്യമേഖലയെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഒരു കൂട്ടർ ശക്തമാക്കുന്നത്. അതിന് പിന്നിൽ ആരാണ് എന്ന് വേഗം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നമ്മുടെ ആരോഗ്യ മേഖലയിൽ കടന്നു വരുന്ന പുതിയൊരു കൂട്ടരുണ്ട്. അത് അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളാണ്. നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ള പല സ്ഥാപനങ്ങളും ഇപ്പോൾ പേര് മാറിയിട്ടുണ്ടാവില്ല, മാനേജ്മെൻറ്റിൽ മാറ്റം കാണില്ല. പക്ഷേ ഫലത്തിൽ കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തിച്ചു. വിവിധ അമേരിക്കൻ കമ്പനികളടക്കം ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തെ ഇകഴ്ത്തിക്കാണിക്കുക, അത് ഇവരൊരാവശ്യമായി കാണുകയാണ്. അതിൻ്റെ ഭാഗമായാണ് വലിയ തോതിൽ പൊതുജനാരോഗ്യ രംഗത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടത്തുന്നത്. നമ്മുടെ
സർക്കാർ ആശുപത്രികൾ ഒരു കാലത്ത് ഇല്ലായ്മയുടെ പര്യായങ്ങളായിരുന്നു. വല്ലാതെ തകർന്നു പോകുന്ന അവസ്ഥ പൊതുജനാരോഗ്യ രംഗത്തിന് വന്നിരുന്നു. അത് 2016 മുൻപുള്ള കാലമാണ്. അന്ന് ആശുപത്രികൾ നോക്കുകുത്തികളായി. പാവപ്പെട്ടവർക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രമായിരുന്നു സർക്കാർ ആശുപത്രികൾ. പക്ഷേ കൃത്യമായി മരുന്ന് പോലും ലഭിക്കാത്ത അവസ്ഥ. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത നില, തസ്തികകൾ വലിയ തോതിൽ ഒഴിഞ്ഞു കിടന്ന കാലം. അങ്ങനെ പൊതുജനാരോഗ്യ രംഗത്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇല്ലാതായൊരു ഘട്ടം. അപ്പോഴാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വല്ലാത്തൊരു ഇരുണ്ട കാലം വന്നത്. പക്ഷേ 2016 ശേഷം ആ കാര്യങ്ങളിൽ മാറ്റം വന്നു. സംസ്ഥാനത്തുള്ള പ്രവർത്തിക്കാത്ത ലാബുകൾ, തുരുമ്പിച്ച എക്സ്റേ മെഷീനുകൾ എല്ലാം വലിയ തോതിൽ മാറ്റത്തിന് വിധേയമായി. അതിനിടയാക്കിയത് 2016 നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ആർദ്രം മിഷനായിരുന്നു. ആർദ്രം മിഷൻ എന്നത് ആരോഗ്യരംഗത്തെ സമൂലം മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചൊരു മിഷനായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വ്യത്യസ്ത രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, ഇതിൻ്റെയെല്ലാം സാക്ഷ്യപത്രമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗം മാറിയത്. എല്ലാ രംഗത്തും ആ മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കോവിഡ് വന്ന ഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും നമ്മളിവിടെ ആരോഗ്യരംഗത്തൊരുക്കിയ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിനായില്ല. അതിന് കാരണം ജനങ്ങളെ കണ്ടുകൊണ്ട് നാം ഒരുക്കിയ സൗകര്യങ്ങളായിരുന്നു. പലവിധ നേട്ടങ്ങൾ, പുരസ്കാരങ്ങൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ തേടിയെത്തുന്നു. അതിപ്പോൾ എവിടം വരെയെത്തി? നമ്മുടെ ശിശുമരണ നിരക്ക് ഇവിടെ എത്രയാണ്? അമേരിക്കയിൽ ശിശുമരണ നിരക്ക് 5.6, നമ്മുടേത് 5. അപ്പോൾ സമ്പൽ സമൃദ്ധമായ അമേരിക്കയെ കവച്ചു വെക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതിനും മറ്റു തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്താൻ നോക്കുന്നവരുണ്ട്. അതൊക്കെ എത്ര പരിഹാസമാണെന്ന് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഈ നേട്ടമുണ്ടായത്? ആ നേട്ടം നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെയാണ് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഉയർച്ചയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം മാറിയത്.
ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ സാധാരണഗതിയിൽ ആശുപത്രിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനോട് ദാക്ഷിണ്യപൂർവ്വമുള്ള സമീപനമല്ല, അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെയുള്ള ഇടപെടലാണ് നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് വലിയ തോതിൽ അന്വേഷിച്ച് കണ്ടെത്തി അതിന് വലിയ പ്രചരണം കൊടുത്ത് കേരളത്തിലെ ആരോഗ്യരംഗമാകെ തകർന്നു പോയിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം. നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ജീവൻ രക്ഷിക്കാൻ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. ആ ഘട്ടത്തിൽ സംഭവിച്ചു പോകുന്ന എന്തെങ്കിലും കൈപ്പിഴയുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാനോ അതിനെ സംരക്ഷിക്കാനോ ആരും തയ്യാറുമല്ല. അതുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ വിമർശിക്കേണ്ടത്. എന്നാൽ സർക്കാർ സംവിധാനത്തെ വലിയ തോതിൽ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആശുപത്രികളിൽ, വൻകിട സ്വകാര്യ ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൈപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു നേരെ പൂർണ്ണമായി കണ്ണടച്ച് കളയുകയാണ്. അത് കാണുന്നില്ല, അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. സർക്കാർ അവിടെയായാലും സർക്കാർ ഉടമസ്ഥയിലുള്ളതായാലും വീഴ്ചയായി തന്നെ കണ്ടുകൊണ്ട് നടപടി സ്വീകരിച്ചു പോവുകയാണ്. ഇവിടെ ആശുപത്രി രംഗത്ത്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അർപ്പണബോധം, അവരുടെ മനോവീര്യം, ഇതെല്ലാം തകർക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുവെന്നത് നാം ഗൗരവമായി കാണണം. ഇത് ഇവിടെ വന്നിട്ടുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ്. നമ്മുടെ ഈ ആശുപത്രിയിൽ വികസനം നടക്കുന്നത് 2020 നമ്മൾ അംഗീകരിച്ച മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായ ആദ്യഘട്ടത്തിൽ 143 കോടി രൂപ അതിനനുവദിക്കുകയുണ്ടായി. പിന്നീട് സൗകര്യങ്ങൾ വിപുലീകരിച്ചപ്പോൾ 207 കോടി രൂപയായി അത് വർദ്ധിപ്പിച്ചു. ട്രോമാ കെയർ, ആധുനിക OP വിഭാഗം, ലാബുകൾ, ഫാർമസി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മന്ദിരമാണ് ഇവിടെ. നമ്മുടെ ആശുപത്രി കേവലം ഒരു ചികിത്സാ കേന്ദ്രം മാത്രമല്ല, ഒരു അക്കാദമിക് സ്ഥാപനം കൂടിയാണ്. DNB കോഴ്സുകൾ, ഹൗസ് സർജൻസി പരിശീലനം, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ഈ ആശുപത്രി നൽകുന്ന സംഭാവന വിലമതിക്കാനാവാത്തതാണ്. അതിനിയും ശക്തമായി തുടരുക തന്നെ ചെയ്യും. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാകും. ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാം കാണേണ്ടത് ആരോഗ്യരംഗത്ത് മാത്രമായി ഇത്തരത്തിലുള്ള നടപടികൾ ഒതുങ്ങി നിൽക്കുകയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ ഇന്നലെയല്ല, മെനയാന്ന് ഒരു 3 പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിലൊന്ന് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ള റോഡ്. ആ റോഡിൽ പോയവർ പലരും ഇവിടെ കാണും. ആ റോഡിൻ്റെ അവസ്ഥ, നമുക്കെല്ലാ വർഷവും മഴയുണ്ട്.
ആ മഴ ചിലപ്പോൾ വളരെ കനത്തതായിരിക്കും. കനത്ത മഴ വന്നോ റോഡിൽ വെള്ളമാണ്. പിന്നെ കുറച്ച് നാൾ ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഇതായിരുന്നു ആ റോഡിൻ്റെ അവസ്ഥ. 2018 അവിടെ മഹാപ്രളയം നമ്മുടെ കേരളത്തിലുണ്ടായപ്പോൾ ആ റോഡ് ഏറെക്കുറെ പൂർണ്ണമായി തകർന്നുപോയി. അപ്പോൾ പൊതുവായ തീരുമാനം നമ്മളെടുത്തു, തകർന്നത് അതേപോലെ പുനർനിർമ്മിക്കലല്ല, ഇനിയൊരു പ്രളയമുണ്ടായാൽ തകർക്കാനാവാത്ത രീതിയിലുള്ള പുനർനിർമ്മിതി, അതാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പുതുതായി ആധുനിക രീതിയിൽ നിർമ്മിക്കാൻ നിശ്ചയിച്ചു. ആ റോഡിൻ്റെ പൂർത്തീകരണം അവിടെ ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവരുടെയെല്ലാം മുഖത്ത് വൻ സന്തോഷം. ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ, അതിലെ യാത്ര ചെയ്യാൻ കഴിയുന്നതിലുള്ള അതിയായ സന്തോഷം. അന്ന് തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തു. അതും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. പെരുമ്പളം പാലം. പെരുമ്പളം പാലം അവിടെ ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ കുറച്ച് ആയിരങ്ങളേ ഉള്ളൂ. അവർക്കൊരു കാലത്തും പുറത്ത് ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ മറ്റ് ഗതാഗത സൗകര്യമില്ല. ആകെ വള്ളം ആശ്രയിക്കണം. വലിയ പ്രയാസം. അവരെല്ലാ കാലത്തും ആഗ്രഹിക്കാറുണ്ട് ഒരു പാലം വേണം. പക്ഷെ പാലം പ്രായോഗികമല്ല. കാരണം അത്ര വലിയ പാലമാണ് വേണ്ടത്. അവരൊരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു. 2016 LDF സർക്കാർ വന്നപ്പോൾ ആ ദ്വീപ് നിവാസികളുടെ ആഗ്രഹം സഫലീകരിക്കാൻ തീരുമാനിച്ചു. കിഫ്ബിയാണ് അതിനും പണം ചെലവിട്ടത്. ആ പാലം 2021 LDFനെ തന്നെ വീണ്ടും അധികാരത്തിലേറ്റി എന്നുള്ളത് കൊണ്ട് പൂർത്തിയാക്കാനായി. എന്തൊരു സന്തോഷം ആളുകളുടെ മുഖത്ത്. ആ പാലമാണെങ്കിൽ വലിയൊരു ആകർഷക കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വലിയ പാലം. അപ്പോൾ അവിടുത്തുകാർ മാത്രമല്ല, എല്ലാ ജില്ലയിൽ നിന്നുമുള്ള ആളുകൾ അവിടെ പാലം കാണാനെത്തുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. ആ പാലത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടത്. അവിടെ പാലത്തിന് ഇട്ട കളറുകളുണ്ടായിരുന്നു. അത് മഴവില്ലിൻ്റെ നിറങ്ങൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ നിറം, ആ മഴവില്ല് എല്ലാവരുടെയും മനസ്സിലുദിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി എന്ന്. അത്രമാത്രം എല്ലാവരും സന്തോഷിക്കുന്ന നില. അത് കഴിഞ്ഞ് ഒരു പരിപാടി എറണാകുളത്തായിരുന്നു. ആ പരിപാടി ചെല്ലാനത്തായിരുന്നു. ചെല്ലാനം നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. നല്ല മഴ വന്നോ, കടലിലൊരു ക്ഷോഭമുണ്ടായോ, ചെല്ലാനത്തെ വീടുകളിലെല്ലാം വെള്ളമാണ്. അത്ര കണ്ട് വെള്ളം അടിച്ചു കയറും. എപ്പോഴും വലിയ ഭീതിയിലായിരുന്നു ചെല്ലാനം നിവാസികൾ. നിരന്തരമായ ആവശ്യം അവിടെ കടൽ ഭിത്തി വേണമെന്നുള്ളത്. അതിന് പരിഹാരം കാണാൻ തീരുമാനിച്ചു. കിഫ്ബിയിലൂടെയാണ് പണം കണ്ടെത്തിയത്. ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ട് കടൽ ഭിത്തിയിട്ടു. വലിയ ആശ്വാസം. ആദ്യമായി കടൽക്ഷോഭമൊക്കെ വരുന്ന കാലത്ത്, മഴക്കാലത്ത്, കാലവർഷക്കാലത്ത് ചെല്ലാനം നിവാസികൾ വീട്ടിൽ ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങി. വെള്ളം കയറാതെ കിടന്നുറങ്ങി. പക്ഷേ ഒരു ഭാഗം മാത്രമേ ആയുള്ളൂ. മറ്റൊരു ഭാഗവും കൂടി വേണമായിരുന്നു. അപ്പോൾ ഈ പരിപാടി
പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനവും മറ്റേ ഭാഗത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവുമായിരുന്നു. എന്താ അവരുടെ മനസ്സിലുള്ള ആഹ്ലാദം! ആബാലവൃന്ദം ജനങ്ങൾ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു. വൻപിച്ച സന്തോഷം എല്ലാവരും രേഖപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷമാണല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി പ്രദേശം, അവിടത്തേക്കൊരു പാലം, ഗതാഗത സൗകര്യം നേരത്തെ സ്വപ്നം കാണുന്നത് മാത്രമാണ്. അത് പൂർത്തിയാക്കിയ പരിപാടിക്ക് ചെന്നപ്പോഴും ഇതേ രീതിയിലുള്ള സന്തോഷമാണ് കാണാൻ കഴിഞ്ഞത്. വലിയ തോതിൽ ആളുകൾ പങ്കെടുക്കാത്ത ഒരു പരിപാടിയിൽ ഈ സമയം ഞാൻ പങ്കെടുത്തു. അത് വയനാട്ടിലേക്കുള്ള തുരങ്കപാതയുടെ ആദ്യത്തെ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനായിരുന്നു. അതിന് നിയന്ത്രിതമായ ആളുകളെ മാത്രമേ അവിടെ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ആദ്യത്തെ ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഓൺ നടത്തിയപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ അമിട്ട് പൊട്ടുകയായിരുന്നു. അത്ര വലിയ ആഹ്ലാദമാണ് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെല്ലാം ഉള്ളവർക്കുണ്ടായത്. അത്ര വലിയ യാത്രാ സൗകര്യം വരാൻ പോകുന്നു. ഇതിൻ്റെ മറ്റൊരു ഘട്ടമാണ് കണ്ടത്. വയനാട് ചെന്ന് അവിടുത്തെ നമ്മുടെ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് അതിൻ്റേതായ ഉദ്ഘാടനം നിർവഹിക്കാൻ ചെന്നപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് കാണാൻ കഴിഞ്ഞത്. ആ 178 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിലുള്ള വീടുകൾ പൂർത്തിയാകുന്നു. എല്ലാവരും അതീവ സന്തോഷത്തിൽ. വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാർ മാത്രമല്ല, ആശ്ചര്യമായിരുന്നു. ഏറെക്കുറെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ എത്തിപ്പെട്ടു. എന്തിനാണ് അവർ അങ്ങനെ എത്തിപ്പെട്ടത്? അവരെ ആരെങ്കിലും പ്രത്യേകം ക്ഷണിച്ചതാണോ? അവർ സ്വയമേവ എത്തുകയാണ്. നമ്മുടെ റവന്യൂ മന്ത്രി കാലത്ത് തന്നെ അവിടെ ചെന്ന് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിലരോട് സംസാരിക്കുമ്പോൾ ചിലർ ആലപ്പുഴ ജില്ലയിൽ ചെന്നവരാണ്, ചിലർ ഈ ജില്ലയിൽ ചെന്നവരാണ്, തിരുവനന്തപുരം ജില്ലയിൽ ചെന്നവരാണ്. ഇതൊക്കെയാണ് ആളുകളുടെ മനോഭാവം. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എത്തിപ്പെടുകയായിരുന്നു. അത് ആ 178 കുടുംബങ്ങൾക്കുള്ള ആശ്വാസം മാത്രമല്ല, നമ്മുടെ നാട് എങ്ങനെ കരുതലോടെ ആളുകളെ ചേർത്ത് പിടിക്കുന്നു, ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനെ ആരും ക്ഷണിക്കാതെ ഒരുപാട് ആളുകൾ അവിടെ എത്തിപ്പെട്ടു. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിൻ്റെ മലയാളിയുടെ മഹാനടൻ മമ്മൂട്ടി. ആ സന്ദർശനം അദ്ദേഹം ആരെയും അറിയിച്ചുകൊണ്ട് പോയതല്ല. അദ്ദേഹത്തിന് തോന്നുന്നു അവിടെ എത്തണമെന്ന്. കാരണം എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം അദ്ദേഹം ഇടപഴകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ചെന്നൈയിൽ നിന്ന് നന്നേ കാലത്ത് കണ്ണൂരോ കോഴിക്കോടോ എത്തി. അവിടുന്ന് കോഴിക്കോടാണ് എത്തിയത്. അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്.
അവിടെ എത്തി അത് കാണുക, അതിൻ്റെ ഭാഗമാവുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആ നല്ല മനസ്സോടെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ എന്തിനേയും വിവാദമാക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അദ്ദേഹം എത്തി അവിടെ വീടുകളെല്ലാം സന്ദർശിക്കുന്നു. അതിൻ്റെ ആൾക്കാരുണ്ട് അവിടെ, എല്ലാ ഘട്ടത്തിലും അവരുണ്ട്. അവർ വീടുകൾ കാണിച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നല്ല നിലക്ക് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആ ജില്ലയിലുള്ള CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ്. ആ ചെറുപ്പക്കാരനും അവിടെയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ആരെയും അറിയിച്ചുകൊണ്ടുള്ള യാത്രയല്ല മമ്മൂട്ടിയുടേത്. സ്വാഭാവികമായി അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാലോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഇത് തീർത്തും വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ക്യാമറയുടെയും മുന്നിൽ പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ക്യാമറയും ശരീരത്തിൽ വെച്ച് നടക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഇവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഷർട്ടിന് ബട്ടണുണ്ട്. ഈ ബട്ടൺ സാധാരണ ബട്ടൺ എല്ലാവർക്കും ഉണ്ടല്ലോ, എന്നാൽ ചില ബട്ടൺ ക്യാമറയായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ പേനയുണ്ട്, ചില പേന ക്യാമറയായിരിക്കും, നമ്മളറിയില്ല. അപ്പോൾ ഇത് വിവാദമാക്കാൻ താല്പര്യമുള്ളവർ വലിയ തോതിൽ വിവാദമാക്കിയിട്ടു. എന്തോ ഇയാളെ അവമാനിച്ചു, മമ്മൂട്ടി ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ആദ്യമേ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമത്ത് മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നന്മ മാത്രം വിചാരിച്ച് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചില്ല, ആരോടും ഡിസ്കസ് ചെയ്തിട്ട് പോയതല്ല. അദ്ദേഹത്തിന് സ്വന്തമായി പോകണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ ഇത്? അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നല്ലോ അവിടെ. എന്തിനാണ് അത് വിവാദമാക്കിയത്? ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, ചിലർ ഈ കാര്യത്തിൽ CPIM-ൻ്റെ സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചു എന്ന വാർത്തയാണ്. CPIM-ൻ്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ
അത്തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുക എന്നത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ആരുടെയും നിയന്ത്രണത്തിലല്ല. അതിലിടപെടുന്നവർ അവർക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരും. മമ്മൂട്ടിയെ പോലുള്ള ഒരു മഹാനടനെ മനസ്സിലാക്കാൻ കഴിയണമായിരുന്നു എന്നത് മാത്രമേ ആ കൂട്ടത്തിൽ പറയാനുള്ളൂ. ഏതായാലും അവിടെ റഫീഖ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെ നല്ലൊരു കാര്യത്തെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇത് നമ്മുടെ നാട്ടിന് പൊതുവിൽ ഗുണകരമായിട്ടുള്ള ഒന്നല്ല. നന്മയെ തിരിച്ചറിയാനാവണം, നന്മയുടെ കൂടെ നിൽക്കാനാവണം. അതിനെതിരെ വക്രീകരണവുമായിട്ട് വരുന്നവരെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം, അതിനുള്ള വിവേകം വേണം. ആ വിവേകത്തോടെ ആയിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ആരായാലും ഇടപെടുന്നത്. ഇത് നമുക്കെല്ലാം ഒരു അനുഭവ പാഠമാണ് എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ബഹുനില മന്ദിരത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.